ഇന്ന് പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ 13ാം ദിവസമാണ്. യുദ്ധത്തിന്റെ 11ാം ദിവസം നമ്മൾ കണ്ടു യുദ്ധം ഏകദേശം അവസാനിച്ചെന്നും പ്രതീക്ഷിച്ചതിലും വേഗം യുദ്ധം ലക്ഷ്യം കണ്ടെന്നും ട്രംപ് പറയുന്നത്. പിന്നീട് അത് തിരുത്തിയും ട്രംപ് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. എന്നാൽ തുടങ്ങിയത് നിങ്ങളാണെങ്കിലും യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് തങ്ങളാകും എന്ന മറുപടിയാണ് ഇറാൻ അന്ന് ട്രംപിന് നൽകിയത്. ഇത് യുദ്ധം ഉടൻ അവസാനിക്കില്ലെന്ന അപകട സൂചനയായിരുന്നു. എണ്ണ പ്രതിസന്ധിയിൽ ലോകരാഷ്ട്രങ്ങൾ നട്ടം തിരിയുമ്പോൾ ഇതാ ഇപ്പോൾ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചില ഉപാധികൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ചില കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ടെന്നും ഉടൻ പിന്മാറില്ല എന്നും ട്രംപ് തിരിച്ചടിക്കുമ്പോൾ യുദ്ധം ഇനിയും നീളുമോ? അതാണോ സാഹചര്യങ്ങൾ? എന്തായാലും പരിശോധിക്കാം എന്തൊക്കെയാണ് ഈ 13ാം ദിവസം നടക്കുന്നതെന്ന്. ലോകത്തെ ആകെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനെതിരെ നടത്തുന്ന യുദ്ധം. സമാധാനത്തിനുള്ള നീക്കങ്ങൾ പല കോണിൽ നിന്നും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒമാൻ ഭരണകൂടത്തിന്റെ നിർണായക ഇടപെടലിന് പിന്നാലെയാണ് തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ അംഗീകരിച്ചാൽ സമാധാനത്തിന് തയ്യാറാണെന്ന് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ച് ഇതാദ്യമാണ് ഒരു സമാധാന ശ്രമത്തിന് ഇറാൻ സന്നദ്ധത അറിയിക്കുന്നത്. അപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് 3 ഉപാധികളാണ്. ഇറാന്റെ പരമാധികാരത്തിനുമേൽ കടന്നുകയറ്റം പാടില്ല എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഉപാധി. ഇറാനിലെ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം വേണം, തുടരാക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് രാജ്യാന്തര തലത്തിൽ ഉറപ്പുവേണം എന്നിങ്ങനെ 3 ഉപാധികളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരു പരമാധികാര രാഷ്ട്രത്തെ സംബന്ധിച്ച് അവർക്ക് സമാധാനപൂർവ്വം മുന്നോട്ട് പോകണമെങ്കിൽ വേണ്ടുന്ന ഉറപ്പുകളാണ് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ 3 ഉപാധികൾ അമേരിക്കയും ഇസ്രയേലും അംഗീകരിച്ചാൽ മാത്രമേ യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്നതാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ പറഞ്ഞിരിക്കുന്നത്. റഷ്യയിലെയും പാകിസ്ഥാനിലെയും ഭരണകൂടങ്ങളുമായി താൻ സംസാരിച്ചുവെന്നും പ്രദേശത്ത് സമാധാനം പുലരണമെന്നാണ് തന്റെ നിലപാടെന്നും പക്ഷേ അതിന് ഉപാധികളുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് പെഷസ്കിയാൻ ഈ 3 ഉപാധികൾ ലോകത്തിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ട്രംപ് യുദ്ധം ഏറെക്കുറെ അവസാനിച്ചെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ തുടങ്ങിയത് ഇറാൻ പറഞ്ഞത് നിങ്ങൾ എപ്പോൾ നിങ്ങളാണ് യുദ്ധം തുടങ്ങിയത്, നിങ്ങൾ ആ തുടങ്ങിയ യുദ്ധം അത് എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നതായിരുന്നു. അപ്പോൾ ആ ഇറാന്റെ ഉപാധികൾ അമേരിക്ക ഉടൻ അംഗീകരിക്കാൻ വഴിയുണ്ടോ? ഇല്ല എന്നത് ഉറപ്പ് തന്നെയാണ്. പിന്നാലെ ട്രംപിന്റെ പ്രതീക്ഷിച്ച മറുപടി തന്നെ വന്നു. യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. പക്ഷേ യുദ്ധത്തിൽ തങ്ങൾ ജയിച്ചു നിൽക്കുകയാണെങ്കിലും ചില ജോലികൾ പൂർത്തിയാക്കാനുണ്ട്. US സൈന്യം തുടരുകയാണ് അതിനുവേണ്ടി അവിടെ എന്നതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ യുദ്ധം അവസാന ഘട്ടത്തിലാണ് എന്നതിൽ ട്രംപ് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇനിയും ചില കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കാനുണ്ട് എന്നതാണ് ട്രംപ് പറയുന്നത്. അതിനുവേണ്ടി സൈന്യം തുടരുകയാണ് എന്നതാണ് ട്രംപ് നൽകുന്ന സന്ദേശം. കെൻഡുക്കിയിലെ റാലിയിലാണ് ട്രംപിന്റെ ഈ അവകാശവാദം ഉണ്ടായിരിക്കുന്നത്. യുദ്ധം തുടങ്ങിയ ആദ്യ മണിക്കൂറിലെ തന്നെ തങ്ങൾ ജയിച്ചുവെന്നും പക്ഷേ നേരത്തെ മടങ്ങാൻ താല്പര്യമില്ല എന്നും ഇറാനെ തങ്ങൾ ഇതിനോടകം തന്നെ തകർത്തിട്ടുണ്ട് എന്നും ട്രംപ് പറയുന്നു. ഓരോ 2 വർഷത്തിലും ഇറാനിൽ പോയി യുദ്ധം ചെയ്യാൻ തനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഇപ്പോഴും അവിടെ സൈനിക നടപടികൾ തുടരുന്നത് എന്നതാണ് ട്രംപ് സൂചിപ്പിച്ചത്. അതായത് ഇത് ഒറ്റയടിക്കുള്ളൊരു പരിഹാരം കാണലാണ് എന്ന അദ്ദേഹത്തിന്റെ മുൻ പ്രസ്താവനകളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇറാൻ ഒരു സന്നദ്ധത യുദ്ധം അവസാനിപ്പിക്കാൻ മുന്നോട്ട് വെക്കുമ്പോൾ ട്രംപ് നൽകുന്നത്. തങ്ങൾക്ക് ചില കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്, ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ചെയ്യാൻ വയ്യ, അപ്പോൾ ശാശ്വത പരിഹാരമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നതാണ് ട്രംപ് പറഞ്ഞത്. ട്രംപിന്റെ വാക്കുകൾ കേൾക്കാം. And as we take decisive action to stop the threat posed by the terrorist regime in Iran with Operation Epic Fury. Is that a great name? Well, it's only good if you win. You know, you can only do. And we've won. Let me tell you, we've won. You know, you never like to say too early you won. We won. We won the bet. In the first hour, it was over. We don't want to leave early, do we? We got to finish the job, right? Over the past 11 days, our military has virtually destroyed Iran. Tough country. Their air force is gone, totally gone. That took the better part of about 3 hours. They no longer have radar. They don't have anti-aircraft equipment. They don't have anything. Their missiles are down 90%. Their drones are down 85%. And I can only say this. They were all prepared. They're very strong. You know, they're going to try and take over the whole Middle East. They were going to knock out Israel. They don't know what the hell hit them, right? They don't know.
അപ്പോൾ തങ്ങൾ യുദ്ധം ജയിച്ചു കഴിഞ്ഞു, ഇറാന്റെ എല്ലാ സേനാ വിഭാഗങ്ങളെയും നശിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ ട്രംപിന്റെ ഓരോരോ അവകാശവാദങ്ങളും കൈയടിച്ച് ആഹ്ലാദത്തോടെ സ്വീകരിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. എന്തായാലും ട്രംപ് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറയുന്ന വ്യക്തിയാണ് എന്ന് നമുക്കറിയാം. വലിയ അവകാശവാദങ്ങളാണ് ട്രംപ് ആ റാലിയിൽ മുന്നോട്ട് വെച്ചത്. എന്നാൽ ട്രംപിനെയും തള്ളി ട്രംപ് പറയുന്നത് പോലെ അല്ല, യുദ്ധം അവസാനിക്കാനേ ആയിട്ടില്ല എന്നതാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേലിന്റെ യുദ്ധക്കൊതി തീരുന്നില്ല. അപ്പോൾ ഈ യുദ്ധം ഇനി എന്ന് അവസാനിക്കും? ട്രംപ് അവകാശവാദം നടത്തുമ്പോഴും ഈ ഹോർമുസിൽ ഇറാൻ കടുത്ത നടപടികൾ തുടരുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. വാണിജ്യ കപ്പലുകളിൽ ഭൂരിഭാഗവും ഇറാൻ കടത്തിവിടുന്നില്ല. ഇതോടെ എണ്ണ വിതരണം ഏറെ താറുമാറായിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, നമ്മളുടെ അടുക്കളകൾ വരെ ഇപ്പോൾ ആ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ലോകമാകമാനം ആ പ്രതിസന്ധി ഇങ്ങനെ പടർന്നു കഴിഞ്ഞിരിക്കുന്നു. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ഹോർമുസിൽ കുഴിബോംബുകളും കപ്പൽവേധ മിസൈലുകളും കൊണ്ട് ഇറാൻ ആധിപത്യം പ്രകടമാക്കിയിരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടുവരുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നും ഇടതടവില്ലാതെ ആക്രമണങ്ങൾ തുടർന്നതോടെ ഇസ്രയേലിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും വ്യോമ പ്രതിരോധങ്ങൾ ഏറെക്കുറെ താറുമാറായ നിലയിലാണ്. UAE തീരത്ത് നിന്നും പോയ കണ്ടെയ്നർ കപ്പലിന് നേരെ ആക്രമണമുണ്ടായി. ബഹ്റൈനിലെ മുഹറാഖിലെ എണ്ണ ടാങ്കറിന് നേരെ ആക്രമണമുണ്ടായി. ഷാബ എണ്ണപ്പാടത്തിന് നേരെയുള്ള ഡ്രോൺ ആക്രമണം അവിടെ പ്രതിരോധിക്കാനായിട്ടുണ്ട്. കുവൈറ്റിൽ വൈദ്യുതി ലൈൻ കട്ടായി. കുവൈറ്റിലെ വൈദ്യുതി സംവിധാനം തകർത്തു. കുവൈറ്റ് റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ ആക്രമണമുണ്ടായി. വിമാനത്താവളം ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായതായി വിവരമുണ്ട്. 2 പേർക്ക് നേരത്തെ പറഞ്ഞ ഈ കെട്ടിടത്തിലേക്ക് നടന്ന ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരമുണ്ട്. ഇറാഖിലെ എർബിലിലുള്ള ഇറ്റാലിയൻ സൈനിക ബേസിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ദുബായിൽ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായിട്ടുണ്ട്. സൗദി അറേബ്യ 18 ഡ്രോണുകൾ ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന വിവരം വരുന്നുണ്ട്. ഷാബ എണ്ണപ്പാടത്തിന് നേരെയുള്ള ഡ്രോൺ ആക്രമണം പ്രതിരോധിച്ചു എന്ന വിവരമുണ്ട്. ഖത്തറിന് നേരെ ബുധനാഴ്ച മാത്രം 9 മിസൈലുകളും നിരവധി ഡ്രോണുകളും എത്തിയിട്ടുണ്ട്. ഇസ്രായേലിൽ 24 മണിക്കൂറിനിടെ 179 പേർക്ക് പരിക്കേറ്റു എന്ന വിവരമുണ്ട്. അതോടെ 2745 പേർക്ക് പരിക്കേറ്റു എന്ന വിവരമാണ് അവിടെ നിന്ന് വരുന്നത്. ഇറാന്റെ ആക്രമണത്തിൽ ഗൾഫ് മേഖലയിൽ ആശങ്ക തുടരുക തന്നെയാണ്. യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കുന്നതിനുള്ള സമ്മർദ്ദമാണ് ഈ സമയത്ത് ഗൾഫ് രാഷ്ട്രങ്ങൾ ഉയർത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇതിന് മുന്നോടിയായി താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച ചർച്ചകളിലൂടെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം ഒമാൻ സുൽത്താൻ മുന്നോട്ട് വെച്ചത്. യുദ്ധമല്ല, ചർച്ചയാണ് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടതെന്നും ഇറാനോട് ഒമാൻ അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇറാൻ 3 കണ്ടീഷൻസ് മുന്നോട്ട് വെച്ചത് യുദ്ധം അവസാനിപ്പിക്കാൻ. അതിൽ ചർച്ച നടത്താനുള്ള ഒരു സന്നദ്ധത സാഹചര്യം ഇറാൻ തുറന്നിട്ടത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ഒരു UN പ്രമേയം അവതരിപ്പിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പശ്ചിമേഷ്യൻ മേഖലയിലെ സൈനിക ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഇറാനോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി പ്രമേയം പാസാക്കിയത്. ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബഹ്റൈൻ ഈ പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയത്തെ സമിതിയിലെ 15 അംഗങ്ങളിൽ 13 രാജ്യങ്ങളും അനുകൂലിക്കുന്നതാണ് നമ്മൾ കണ്ടത്. റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഇറാന്റെ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും ഇത് ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണെന്നും ഈ പ്രമേയം ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ എല്ലാ രാജ്യങ്ങളും ഒരുപോലെ ബാധ്യസ്ഥരാണെന്ന് കാണിച്ച് റഷ്യ ഒരു ബദൽ പ്രമേയം അവതരിപ്പിച്ചുവെങ്കിലും അത് പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സൈനിക നടപടികൾ പൂർണ്ണമായും നിർത്തണമെന്നാവശ്യപ്പെടുന്ന പൊതു സ്വഭാവമുള്ളതായിരുന്നു റഷ്യയുടെ പ്രമേയം. പക്ഷേ അതിനെ ആരും പിന്തുണച്ചില്ല. 4 രാജ്യങ്ങൾ മാത്രമാണ് അനുകൂലിച്ചത്. 2 രാജ്യങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തപ്പോൾ 9 രാജ്യങ്ങൾ വിട്ടുനിൽക്കുന്നത് കൂടിയാണ് കണ്ടത്. അപ്പോൾ ഈ യുദ്ധം എങ്ങനെയും അവസാനിക്കണം എന്നതാണ് ലോകരാഷ്ട്രങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് പല വിധത്തിൽ നടക്കുന്നത്. ഒമാന്റെ നേതൃത്വത്തിലുള്ള ഒരു സമ്മർദ്ദ തന്ത്രം ഒരു ഭാഗത്തുണ്ട്. UN-ൽ ഉൾപ്പെടെ മറ്റ് പ്രമേയങ്ങൾ വരുന്നു, നടപടികൾ വരുന്നു. അപ്പോൾ എങ്ങനെയും യുദ്ധം അവസാനിപ്പിക്കുക, ലോകം ഇപ്പോൾ നേരിടുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ നേടുക എന്നതാണ് നടന്നു വരുന്ന ശ്രമം. പക്ഷേ അതിൽ ഈ യുദ്ധമുഖത്തുള്ള രാഷ്ട്രങ്ങൾ അതിനോട് അടുക്കുന്നില്ല എന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. അവർ വെല്ലുവിളി തുടരുകയാണ്. അമേരിക്ക യുദ്ധം അവസാനിച്ചു എന്ന് പറയുമ്പോൾ ഇറാൻ പറയുന്നു ഞങ്ങൾ തീരുമാനിക്കും സമയമെന്ന്. ഇപ്പോൾ ഒമാന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഇറാൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോൾ അമേരിക്ക ചിലത് തീർക്കാനുണ്ട് എന്ന സന്ദേശമാണ് നൽകുന്നത്. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളുടെ ആശങ്കകൾ പ്രതിഫലിപ്പിക്കുന്നതാണ് UN-ൽ ബഹ്റൈൻ അവതരിപ്പിച്ച പ്രമേയം. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും നിലവിൽ നടത്തുന്ന സൈനിക നടപടികളെക്കുറിച്ച് പ്രമേയത്തിൽ പരാമർശമില്ലായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. UN സുരക്ഷാ സമിതി പാസാക്കിയ പ്രമേയം പക്ഷപാതപരവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ഇറാൻ പ്രതികരിച്ചു.
ഏകപക്ഷീയമായ ഇത്തരം നീക്കങ്ങൾ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ഇറാൻ 3 ഉപാധികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇറാന്റെ സമ്പൂർണ്ണ നാശം ലക്ഷ്യമിട്ട അമേരിക്ക, നമുക്കറിയാം, ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നതാണ് അവർ പ്രഖ്യാപിച്ചത്. അത് മാത്രവുമല്ല, ഉപാധികളില്ലാതെ കീഴടങ്ങണം എന്ന് ആണ് അമേരിക്ക ഇറാന് മുന്നിൽ വെച്ചിരുന്ന നിർദ്ദേശം. ആ അമേരിക്ക ഈ ഉപാധികൾ അംഗീകരിക്കുമോ? ഇറാന്റെ പരമാധികാരത്തിലേക്ക് കടന്നാണ് അമേരിക്കയും ഇസ്രയേലും ആക്രമണം നടത്തിയത്. ഇറാന്റെ പരമാധികാരത്തിന് മേൽ കടന്നുകയറ്റം പാടില്ല എന്ന ഉപാധി അംഗീകരിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചാൽ അത് ഇറാന്റെ വിജയമാകും. ഇതാണ് പിന്മാറാൻ അമേരിക്കയ്ക്ക് വെല്ലുവിളിയാകുന്ന പ്രധാനപ്പെട്ട ഘടകം. നമുക്കറിയാം, ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന 3 ഉപാധികൾ, അതിൽ ഏത് അംഗീകരിച്ചാലും ഇതുവരെ ട്രംപ് പറഞ്ഞതിൽ നിന്നുള്ള പിന്മാറ്റമായി അത് ചിത്രീകരിക്കപ്പെടും. അതുകൊണ്ട് അതിൽ അമേരിക്ക വഴങ്ങുമോ, ഇസ്രയേൽ വഴങ്ങുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടുന്നതാണ്. എന്തായാലും ഒരു യുദ്ധത്തിലും ആരും ജയിക്കുന്നില്ല എന്നതാണ് നമ്മൾ കാണുന്നത്. യുദ്ധം ക്ഷണിച്ചു വരുത്തുന്നത് തീരാ ദുഃഖവും കണ്ണീരും നഷ്ടങ്ങളും മാത്രമാണ്. യുദ്ധം കൊണ്ട് ഒരു പ്രശ്നവും ശാശ്വതമായി പരിഹരിക്കപ്പെടുന്നില്ല. അങ്ങനെ ഒരു ചരിത്രവും നമുക്ക് മുന്നിലില്ല. മറിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ യുദ്ധത്തിൽ യഥാർത്ഥ വിജയികൾ ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ വസ്തുത ഉൾക്കൊണ്ട് പ്രശ്ന പരിഹാരം ഉണ്ടാകട്ടെ പശ്ചിമേഷ്യയിൽ എന്ന് നമുക്ക് ആശിക്കാം. അതിന് രാഷ്ട്രങ്ങൾ തയ്യാറാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.